ഹലോ, അമ്മു സമസ്ത പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു വിചാരിക്കും. എനിക്ക് സുഖമായിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഏട്ടൻ വന്ന ടൈമിൽ കുറച്ച് അമ്പലപ്പോക്കും അതും കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ഫങ്ഷൻ്റെ വീഡിയോ ആണിത്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ടാണ്. മെയിൻ ആതിരേൻ്റെ ഫ്രണ്ടായിരുന്നു. അതുവഴി ഞാൻ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. എൻ്റെ ബ്രദറും എല്ലാവർക്കും നല്ല കമ്പനിയാണ്. വീട്ടിലെല്ലാവർക്കും അവളെ നല്ലോണം അറിയാം. അപ്പോൾ അവളൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. മാരേജിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയത്. മാരേജിൻ്റെ ഡേറ്റിന് ഞങ്ങൾക്ക് വേറൊരു പരിപാടി അറ്റൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റാത്ത വേറൊരു പരിപാടീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും തലേ ദിവസം അവളെ വീട്ടിൽ പോയി കുറച്ച് ടൈം അവളെ കൂടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും കണ്ടു വെക്കുക. ഞാനൊരു 4:45 ആ ഒരു അലാറം വെച്ച് ഞാൻ എണീച്ച് റെഡിയായി കഴിഞ്ഞ് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇച്ചു ബേബി എണീറ്റു. ഏട്ടൻ ഫ്രഷ് ആവാൻ കയറിയതായിരുന്നു. അപ്പോഴത്തേക്ക് 5:15 ആകുമ്പോഴത്തേക്ക് ഇച്ചു ബേബി എണീറ്റു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി വേഗം വണ്ടി എടുത്തിട്ട് പോയി. 6 മണി ഇച്ചുവിനെ ഒരുക്കി ഒക്കെ. ഇച്ചുവിന് നല്ല ഡ്രസ്സൊന്നുമല്ല, നോർമൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് പഴിയിൽ നിന്ന് മാറ്റാലോ പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ അത് ആതിരേനെയും സുനേരനെയും പിക്ക് ചെയ്തു. ആതിര കണ്ടു തലയിൽ ഷോളൊക്കെ ഇട്ട് വരുന്നു. ഞങ്ങളത് കളിയായിക്കൊണ്ടിരിക്കുകയും ഇവളെന്താ ഇങ്ങനെയെന്ന് വരുന്നത് മഞ്ഞായതുകൊണ്ടാണ് ഓൾറെഡി കപ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവളങ്ങനെ വന്നത്. പിന്നെ അതാ ഞങ്ങൾ കുറേ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി കയറി. അവർ ഉഴുന്നവടെയും ഞങ്ങൾ മസാല ദോശയും കഴിച്ച്. പിന്നെ കണ്ടു തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേക്കും കണ്ടു കുറേ ആനകൾ വണ്ടി കൊണ്ടുവന്ന് കണ്ടു. പിന്നെ അതാ അവൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങളൊരു മാക്സ് കയറിയതാണ്. എവിടെ എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ പോകുന്ന ശോഭ സിറ്റി മാളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും കയറാൻ പറ്റില്ല. അവിടെ കയറണമെന്ന് കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും കയറിയില്ല. എന്തായാലും പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏതൊരു മാക്സ് കയറി. അവിടെ നിന്ന് 2 ഡ്രസ്സ് എടുത്തു അവൾക്ക് വേണ്ടിയിട്ട്. ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 3 തോന്നുന്നു, 3 എടുത്താലും എന്തോ ഉള്ളൂ ഓഫർ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഓരോ ഡ്രസ്സ് അവളും ഞാനും എടുത്തു. പിന്നെ എൻ്റെ കുറേ പട്ടി ഷോസ് ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു. കൂടുതലൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. വരുമ്പോൾ തന്നെ ഒരു ക്ഷീണമായിരുന്നു. പിന്നെ ഇച്ചുവിന് ഏകദേശം ഒരു പനീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവനും വയ്യായിരുന്നു. അപ്പോൾ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. അവൻ എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. കൂടുതൽ ഉറക്കമായിരുന്നു. എന്നാലും കൂടി ഒരു കൈ മാറി എടുക്കുമ്പോഴത്തേക്ക് അവൻ എണീക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ വീട്ടിലെത്തി വമ്പൻ സർപ്രൈസ് ആയിരുന്നു. അനിയത്തിക്ക് നമുക്ക് അറിയായിരുന്നു. അനിയത്തിനെ വിളിക്കാൻ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും തലേന്ന് എത്തിയൊരു പരിഭവം ഉണ്ടായിരുന്നു. കല്യാണത്തിന് വരില്ല എന്ന് അതുകൊണ്ടൊക്കെ ഉറപ്പായിരുന്നു. അവളിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ സാരി അതൊക്കെ കണ്ടു. നാളേക്കുള്ള കല്യാണ സാരി, റിസപ്ഷൻ്റെ ഡ്രസ്സ് എല്ലാം കണ്ടു. പിന്നെ ഇതാ അവളെ പെറ്റാണ് റാബിറ്റ്. ഇച്ചുവിനെ കണ്ടിട്ട് ഹാബിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു. തൽക്കാലം ആ സമയത്ത് ഒന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് കൊണ്ടുപോകുമായിരുന്നു അടുക്കളയിൽ നിന്ന്. പിന്നെ അവളതിന് പായിപ്പിച്ചു. കുറച്ച് നേരം അതിനെ നോക്കി ഇച്ച് തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആ വീടും പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ നടന്നു. പിന്നെ സുനേട്ടനോ സുമുവും പുറത്തേക്ക് പോയി വണ്ടി എടുത്ത്. അത് കഴിഞ്ഞിട്ട് അവൾ ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ നിന്നു. പിന്നെ ഓക്കെന്തോ മേക്കപ്പൊക്കെ ചെയ്യാണ്ട് ബ്രൈറ്റ് ബി ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ ഞങ്ങൾ നിൽക്കാമെന്ന് വിചാരിച്ചതിന് ബ്രൈറ്റ് ബി. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും ഇച്ചുവിന് പനി കൂടുതലായപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. ചോറും ചിക്കൻ കറി, ഉപ്പേരി, പപ്പടം, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അവളെ അച്ഛൻ്റെ ജീപ്പിൻ്റെ മുകളിൽ കയറി ഞങ്ങൾ സർക്കസിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി നിന്നാൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ പെണ്ണിനെയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ പോകാനുള്ളതുകൊണ്ട് വഴിയിൽ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അവളെയും കൂട്ടി അവൾ കുറച്ചങ്ങ് പോയപ്പോൾ അവൾ ഇറങ്ങി. സ്ഥലമൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോഴിക്കോടേക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു സ്നാക്സിൻ്റെ കട കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി എന്നിട്ടാണ് പോയത്. ഏകദേശം ഒരു 2,500 പെട്രോള് ഞങ്ങൾക്ക് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവായി. എന്താ പറയുക, പിന്നെ അവൾക്കും ഒരു ഹാപ്പിയാണല്ലോ ഞങ്ങളവിടെ ചെന്നാൽ. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് പാട്ട് ആരാ പാടിയത്, ആരാ ആക്ട് ചെയ്തത് എന്നൊക്കെ ഒരു ഗെയിം പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിന് സുനേരനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. പിന്നെ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പോഴത്തേക്കും. പിന്നെ ചെക്കൻ്റെ പെണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടത് ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ പോയി വേഗം വന്നു. ആ ഒരു ചെറിയൊരു എന്താ പറയുക ടൈം ഞങ്ങൾ അവളെ കൂടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ
നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോഴത്തേക്ക് ഇച്ചുവിന് ഏകദേശം പനി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് മരുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആ ഒരു കൂടുതലൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നില്ല. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അവളെ കൂടെയും അല്ലാണ്ടെയും കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.